കാനഡയിലെ ടൊറാൻഡോ നഗരത്തിൽ ആ രാത്രി പെയ്തിറങ്ങിയത് വെറുമൊരു കളിത്തോൽവിയുടെ കണ്ണീരായിരുന്നില്ല. പകരം ഒരു സുവർണ യുഗത്തിന്റെ കൊടിയിറക്കത്തിനായിരുന്നു കാൽപന്ത് ലോകം സാക്ഷ്യം വഹിച്ചത്. 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശം നിറഞ്ഞ നോക്കൌട്ട് പോരാട്ടത്തിൽ പോർച്ചുഗലിന് മുമ്പിൽ ക്രൊയേഷ്യ 2-നെതിരെ 1 ഗോളിന് കീഴടങ്ങിയപ്പോൾ തകർന്നത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമാണ്. 40-ാം വയസ്സിലും തന്റെ രാജ്യത്തിന്റെ ജേഴ്സിയിൽ പുൽമൈതാനത്ത് പന്തുരുട്ടിയ ആ മാന്ത്രികൻ ലൂക്ക മോഡ്രിച്ച് തന്റെ ലാസ്റ്റ് ഡാൻസ് പൂർത്തിയാക്കി വികാരനിർഭരനായി കളം വിടുകയായിരുന്നു. തോൽവിയിലും തല ഉയർത്തിപ്പിടിച്ച് മധ്യനിരയിലെ ആ സുൽത്താൻ രാജ്യാന്തര ഫുട്ബോളിനോട് വിട പറയുമ്പോൾ ലോകം ഒന്നടങ്കം ആ ഇതിഹാസത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. യുദ്ധത്തിന്റെ കരുനിരയിൽ വീണ ബാൽക്കൺ മണ്ണിൽ വെടിയൊച്ചകൾക്കിടയിലൂടെ പന്തുരുട്ടി ശീലിച്ച ഒരു കാലമുണ്ടായിരുന്നു മോഡ്രിച്ചിന്. അഭയാർത്ഥി ക്യാമ്പിലെ ദാരിദ്ര്യത്തോടും പ്രതിസന്ധികളോടും പടവെട്ടി വളർന്ന ആ മെലിഞ്ഞുണങ്ങിയ ബാലനാണ് പിൻകാലത്ത് ലോക ഫുട്ബോളിന്റെ മധ്യനിരയെ നിയന്ത്രിക്കുന്ന രാജാവായി മാറിയത്. മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒരു പതിറ്റാണ്ട് നീണ്ട സാമ്രാജ്യത്തെ തകർത്ത് 2018 അദ്ദേഹം ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. ക്രൊയേഷ്യ എന്ന ചെറിയ രാജ്യത്തെ 2 ലോകകപ്പുകളിൽ തുടർച്ചയായി വിജയപീഠത്തിലേക്ക് നയിച്ച ഈ 10-ാം നമ്പറുകാരൻ പൗലോ മാൽഡീനിക്കൊപ്പം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. പോർച്ചുഗലുമായുള്ള ഈ പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ ക്രൊയേഷ്യ പൊരുതി നിന്നു. അവസാന നിമിഷങ്ങളിൽ ഗ്വാർഡിയോർ നേടിയ സമനില ഗോൾ വാർ റിവ്യൂവിൽ ഓഫ്സൈഡ് എന്ന് വിധിച്ച് റദ്ദാക്കപ്പെട്ടത് ക്രൊയേഷ്യക്ക് കനത്ത പ്രഹരമായി. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ വഴങ്ങിയ ഗോളിൽ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും കളിക്കളത്തിൽ കണ്ണീരണിഞ്ഞ സഹതാരങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചത് ഈ നായകനായിരുന്നു. മത്സരശേഷം റയൽ മാഡ്രിഡിലെ തന്റെ പ്രിയ സുഹൃത്തായ ക്രിസ്ത്യാനോ റൊണാൾഡോ മോഡ്രിച്ചിനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത കാഴ്ച ഫുട്ബോൾ പ്രേമികളുടെ കണ്ണ് നിറയിക്കുന്നതായിരുന്നു. മോഡ്രിച്ച് ഒരു ജീവിക്കുന്ന ഇതിഹാസമാണെന്നാണ് റൊണാൾഡോ പിന്നീട് വിശേഷിപ്പിച്ചത്. തന്റെ തനത് ശൈലിയായ ട്രിവേല ഷോട്ടുകൾ കൊണ്ടും മൈതാനത്തെ കാവ്യാത്മകമായ നീക്കങ്ങൾ കൊണ്ടും നമ്മെ വിസ്മയിച്ച ലൂക്ക മോഡ്രിച്ച് ഇനി ലോകകപ്പ് വേദികളിൽ ഉണ്ടാകില്ല. നന്ദി ലൂക്ക, കാൽപന്ത് കളിക്ക് നീ നൽകിയ മാസ്മരിക സൗന്ദര്യത്തിന്.